കോളിഫ്ലവർ വെച്ചിട്ട് അടിപൊളി ഒരു രുചിക്കൂട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഒരു തിക്ക് ഗ്രേവിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നൈസ് പത്തിരി, പൊറോട്ട എല്ലാത്തിനും പറ്റിയ ഒരു ബെസ്റ്റ് കോംബോയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷാണ് കണ്ടിട്ട്. എത്ര ഫ്രഷ് ആണെങ്കിലും ഉൾഭാഗത്ത് ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഗ്രേവി ഒത്തിരി ഇഷ്ടമാവും. പൊതുവേ നമ്മളൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഫ്രൈ ചെയ്യാറാണ് പതിവ്. എന്നും ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പം ഇതുപോലെ നല്ല ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കുക. എല്ലാ രുചികളും മക്കളറിയണമല്ലോ. അതിനായിട്ട് കോളിഫ്ലവർ ഞാൻ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും പുഴുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കണം. എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോവാനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റോളം വെള്ളത്തിലിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഒരു 15 മിനിറ്റോളം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരുംജീരകം പൊടിച്ചതെന്നെങ്കിൽ അത് മസാലയുടെ കൂടെ ചേർക്കാതെ ഇങ്ങനെ പെരുംജീരകം അല്ലാതെ ഇട്ട് നോക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് കേട്ടോ. പിന്നെ ഒരു സവോള ഫുള്ളായിട്ട് അരിഞ്ഞതൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഒരു സവോളയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും 3 പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി 2 തക്കാളി ഞാൻ കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞെടുത്താണ്. അപ്പോൾ വെന്തുടഞ്ഞ് കിട്ടാൻ നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ വെന്തുടഞ്ഞ് കിട്ടും കുഞ്ഞായിട്ട് അരിഞ്ഞത് കൊണ്ട്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് ഞാൻ വേവിക്കുന്നുണ്ട്. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുക്കുമ്പോൾ നല്ല നമുക്ക് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഗ്രേവിക്ക്. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ്. പിന്നെ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ചില്ലേ ആ ടേസ്റ്റ് പോവും. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഒരു പച്ച ചുവ വരും. ചൂടുവെള്ളം ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഒരു പച്ച ചുവ വരില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കോളിഫ്ലവർ ഗ്രേവിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി പറ്റി വരും. ഇപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. നിങ്ങളത് വറ്റിച്ച് നല്ല ഗ്രേവി തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഗ്രേവി അല്ലാതെ തിക്കായിട്ട് കിട്ടുമ്പോഴാണ് നന്നായിട്ടൊരു ടേസ്റ്റ് കഴിക്കാനായിട്ട്. ഇച്ചിരി വെള്ളം പോലെ കിടന്നാൽ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരില്ല. അപ്പോൾ തിക്ക് ഗ്രേവി ആകുമ്പോഴേ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ